സ്നേഹവാനായ ദൈവത്തിൻ്റെ അതിമഹത്വമേറിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം തൻ്റെ വചനം നൽകി ധാരാളമായി പോഷിപ്പിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള തിരുവചനം തുറന്ന് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. ഉൽപ്പത്തി ജനസിസ് ചാപ്റ്റർ 11 1-9 നമുക്ക് വായിക്കാം. ഭൂമിയിൽ ഒക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കും ആയിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ശിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു. അവർ തമ്മിൽ, വരുവിൻ നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. വരുവീൻ നാം ഭൂതലത്തിൽ ഒക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്ക് ഒരു പേരും ഉണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്ക് എല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്ത് തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നത് ഒന്നും അവർക്ക് അസാധ്യമാകയില്ല. വരുവൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് അരുളിച്ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിൽ എങ്ങും ചിഹ്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. സർവഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വച്ച് കലക്കിക്കളകയാൽ അതിന് ബാബേൽ എന്നു പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിൽ എങ്ങും ചിഹ്നിച്ചു കളഞ്ഞു. ഈ വേദഭാഗത്തിൽ നിന്നും നമ്മുടെ പ്രസംഗ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാപ്റ്ററിനെ സംബന്ധിക്കുന്ന പശ്ചാത്തലം അല്പമായി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നോഹയുടെ കാലത്ത് പാപികളായ മനുഷ്യരെ ദൈവം ജലപ്രളയത്താൽ ന്യായം വിധിച്ചു. ദൈവകൃപയാൽ നോഹയും കുടുംബവും ഉൾപ്പെടുന്ന 8 പേർ അങ്ങനെ പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടു. പെട്ടകത്തിൽ നിന്നും അരാറാത്ത് പർവ്വതത്തിൽ ഇറങ്ങിയ ആ നോഹയുടെ സന്തതിയിൽപ്പെട്ടവർ ദൈവത്തിന് ഗോമയം അർപ്പിച്ച് ആരാധിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതാണ് 8-ാം അധ്യായം 20-ഉം 21-ഉം വാക്യങ്ങളിൽ വായിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. തുടർന്ന് ദൈവം അവരെ അനുഗ്രഹിച്ചു എന്നും കാണാം. 9-ാമത്തെ ചാപ്റ്ററിൽ ദൈവം അനുഗ്രഹിച്ച ആ വിധത്തെ നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ആരാധന സ്വീകരിച്ച ദൈവം അവരെ അനുഗ്രഹിച്ച് അവരെ ഭൂമിയിൽ അങ്ങനെ പാർക്കുവാനായിട്ട് അനുവദിക്കുകയാണ്. നോഹയുടെ മക്കളെ കൊണ്ട് ഭൂമി നിറഞ്ഞു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അന്നറിയപ്പെടുന്ന ഭൂമി അന്ന് നോഹയുടെ മക്കളെ കൊണ്ട് നിറഞ്ഞു. അതിൽ 9-ന്റെ 19-ാമത്തെ വാക്യത്തിൽ അത് കാണുവാനായിട്ട് കഴിയുന്നതാണ്. നോഹയുടെ 600-ാമത്തെ വയസ്സിലാണ് ജലപ്രളയം ഉണ്ടായത് എന്ന് നമുക്കറിയാം. അതിൻ്റെ 7-ാമത്തെ ചാപ്റ്ററിൽ വായിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ്.
അങ്ങനെ നോഹയുടെ ആയുഷ്കാലം, അതായത് അവൻ ജീവിച്ചിരുന്നത് 950 വർഷമായിരുന്നു എന്ന് അതിൻ്റെ 9:21 വായിച്ചാൽ നമുക്ക് അത് കാണുവാനായിട്ട് കഴിയുന്നതാണ്. നോഹയുടെ മരണശേഷം അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു എന്ന് നമ്മൾ വായിച്ച ഈ 11-ാമത്തെ ചാപ്റ്ററിൽ 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ മറ്റ് പല പരിഭാഷകളും വിവർത്തനങ്ങളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവർ കിഴക്ക് നിന്നു യാത്ര ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. പല വിവർത്തനങ്ങൾ ഞാനിങ്ങനെ പരിശോധിച്ച് നോക്കി. കിങ് ജെയിംസ് ഇംഗ്ലീഷ് വേർഷനിൽ എഴുതിയിരിക്കുന്നത് ദേ ജോർണീഡ് ഫ്രം ദ ഈസ്റ്റ് എന്നാണ്. പിന്നെ ESVയിൽ എഴുതിയിരിക്കുന്നത് മൈഗ്രേറ്റഡ് ഫ്രം ദ ഈസ്റ്റ് എന്നാണ്. അതിൽ POC ബൈബിൾ പരിശോധിച്ചപ്പോൾ എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത് കിഴക്ക് നിന്ന് വന്നവർ എന്ന നിലയിലാണ്. പിന്നെ തമിഴ് ബൈബിളൊന്ന് എടുത്ത് നോക്കി, അപ്പോൾ തമിഴ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് കിഴക്കേ ഇരുന്നു പ്രയാണം പണ്ണുകയിൽ എന്നാണ്. ഇങ്ങനെ പല പല വിവർത്തനങ്ങളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണുന്നവർ കിഴക്കോട്ട് യാത്ര ചെയ്തു എന്നല്ല, കിഴക്ക് നിന്നു യാത്ര ചെയ്തു എന്നുള്ളതാണ് ശരി എന്ന് ഞാനെങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. ഒരു കിഴക്ക് നിന്ന് യാത്ര ചെയ്ത് അങ്ങനെ വരികയാണ്. നോഹയുടെ സന്തതിയിൽപ്പെട്ടവരും കിഴക്ക് നിന്ന് അങ്ങനെ യാത്ര ചെയ്ത് വന്നു എന്ന് വന്നിട്ട് അവർക്ക് പാർക്കുവാൻ നല്ലതായി തോന്നിയ ശിനാർ ദേശത്ത് അവരെത്തി. അവിടെ ഒരു സമഭൂമിയായിരുന്നു, അത് കണ്ട് അവിടെ കുടിയിരുന്നു എന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതാണ് നമ്മൾ വായിച്ച വേദഭാഗത്തിൽ 2-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇൻട്രഡക്ഷൻ പറയുന്ന കൂട്ടത്തിൽ അവർ ഈ യാത്ര നയിച്ചു കൊണ്ടുവന്നതാരാണ്? ശിനാറിൽ അവർ ഒരു ബാബേൽ ഗോപുരം പണിതു എന്ന് നമുക്കറിയാം. അപ്പോൾ അവർ യാത്ര നയിച്ചതാണ്. ഗോപുരം പണിക്കൊക്കെ നേതൃത്വം വഹിച്ചത് ആരാണ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, പ്രത്യേകാൽ 8, 9, 10 വാക്യങ്ങൾ വായിച്ചാൽ നിമ്രോദ് എന്ന ഭൂമിയിലെ ആദ്യ നായാട്ടി വീരനെ കാണുവാനായിട്ട് കഴിയും. അവൻ നോഹയുടെ വലിയ കൊച്ചുമകനായിരുന്നു, ഗ്രാൻഡ് സൺ ആയിരുന്നു എന്ന് കാണാം. നോഹയുടെ മകൻ ഹാമിൻ്റെ മകൻ ഹൂസിൻ്റെ മകൻ നിമ്രോദ്. അങ്ങനെ നോഹയുടെ 3-ാം തലമുറയിൽപ്പെട്ട വ്യക്തിയാണ് നിമ്രോദ് എന്ന് പറയുന്നവൻ. അവൻ നായാട്ട് വീരനായിരുന്നു എന്നും നമ്മൾ വായിച്ചു. അവൻ ശക്തനായ ഒരു നേതാവായിരുന്നു. അവൻ ശിനാർ ദേശത്തിൻ്റെ രാജാവ് ആയിരുന്നു എന്ന് 10-10 നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ രാജാവായിരുന്നവൻ ആ രീതിയിലേക്കുള്ള പൊതുവേ വേദപണ്ഡിതന്മാർ ഈ യാത്രയെ നയിച്ചതിനെക്കുറിച്ചും ബാബേൽ പണിതതിൻ്റെ ഗോപുരത്തിൻ്റെ പണിക്ക് നേതൃത്വം നൽകിയതിനെക്കുറിച്ചും ഉള്ള നേതാവിനെ പരിശോധിച്ചിട്ട് ഈ നിമ്രോദ് ആണെന്ന തീരുമാനത്തിലാണ് പലരും എത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ്. നാം ഈ വായിച്ച ഈ വേദഭാഗത്തു നിന്നും ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം, അതായത് ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ ചാപ്റ്റർ 1 മുതൽ 9 വരെ വാക്യങ്ങളിൽ നിന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ശിനാർ നിവാസികളുടെ പാപവും അതിൻ്റെ അനന്തരഫലവുമാണ്. ശിനാർ നിവാസികളുടെ പാപവും അതിൻ്റെ അനന്തരഫലവും എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം എന്ന് ഞാൻ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. സിൻ ഓഫ് സിനാറൈറ്റ്സ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസ് എന്നതാണ്. അപ്പോൾ അങ്ങനെ ശിനാർ നിവാസികളുടെ ഗോപുരപ്പണിയും, അവർ ഗോപുരം പണിതു, അത് ദൈവം പിന്നെ ശിനാറെന്ന പേര് മാറ്റി ബാബേലാക്കിയെന്നൊക്കെ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ തന്നെ ഉണ്ട്. അവരൊരു ഗോപുരം പണിതു. ഗോപുരപ്പണി ദൈവം മുൻപാകെ പാപമായിരുന്നു എന്ന് ദൈവം കണ്ടു എന്ന് കാണുവാനായിട്ട് കഴിയുന്നതാണ്. അവരുടെ പണി ദൈവം മുൻപാകെ പാപമായിരുന്നു, ദൈവത്തിന് പ്രസാദകരം ആയിരുന്നില്ല. ദൈവം വെറുക്കുന്ന ഒരു പ്രവൃത്തിയാണ് അവരുടെ ഈ ഗോപുരപ്പണി എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് ദൈവം വെറുത്ത ഈ പാപം എന്ന് പറഞ്ഞ ഇതിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് ഞാനിങ്ങനെ പരിശോധിച്ചതിന് ശേഷം 3 കാര്യങ്ങൾ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞു.
ആ 3 വിഷയങ്ങളെക്കുറിച്ചാണ് സിനാർ നിവാസികളുടെ പാപം എന്നുള്ളതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് അവിശ്വാസം അവിശ്വാസം. രണ്ടാമത്തേത് അവരുടെ തുറന്ന മത്സരമാണ്. ദൈവത്തെ അവിശ്വസിക്കുക, ദൈവത്തോട് തുറന്ന മത്സരത്തിൽ ഏർപ്പെടുക. പിന്നെ മൂന്നാമതായിട്ട് നിഗളം അപ്പോൾ എൻ്റെ പാപം എന്ന് പറയുന്നതിനകത്ത് ഉൾപ്പെടുത്തിയ 3 കാര്യങ്ങൾ: ഒന്ന് അവിശ്വാസം, 2 ദൈവത്തോട് മത്സരിക്കുക, തുറന്ന മറുതലിപ്പ് നടത്തുക, മൂന്നാമതായിട്ട് നിഗളമുള്ളവരായി തീരുക എന്നുള്ള ഈ 3 കാര്യങ്ങളാണ് അവരുടെ പാപത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആദ്യമായിട്ട് അവരുടെ അവിശ്വാസത്തെക്കുറിച്ച് അല്പമായി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവരവിശ്വാസികളായി തീർന്നു. ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങളെ കണ്ട ഒരു 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 വലിയ നേതാവിൻ്റെ അല്ലെങ്കിൽ നോഗയുടെ ആ സന്തതിയിൽപ്പെട്ട ആളുകളാണ് ഇങ്ങനെ വരുന്നത്. അവരതൊക്കെ കേട്ടിട്ടുണ്ട്. ദൈവം എങ്ങനെയാണ് അവരുടെ വലിയ അത്ഭുതകരമായി വെള്ളപ്പൊക്കത്തിൽ നിന്ന് അവരെ വിടുവിച്ചതൊക്കെ അതെല്ലാം അവർ കേട്ടതാണ്. അങ്ങനെ അതെല്ലാം കേട്ട ആളുകൾ അവിശ്വാസികളായി തീർന്നു എന്നുള്ളത് അവരുടെ പാപത്തിൻ്റെ വലിയ ഒരു പ്രകടനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ്. അവിശ്വാസം എന്നുള്ളത് പാപമാണ്. അപ്പോൾ അവിശ്വാസികളാകരുത് എന്ന്, നിങ്ങളുടെ വിശ്വാസം തള്ളിക്കളയരുതെന്നൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ അനേക നിർദ്ദേശങ്ങളുണ്ട്. വളരെ ധൈര്യമായി പറയുന്ന പൗലോസ് പറയുന്ന, ഞാൻ ഓട്ടം ഓടി വിശ്വാസം തികച്ചു എന്ന് പൗലോസ് തന്നെ പറയുന്നുണ്ട്. എനിക്ക് നീതിയുടെ കിരീടം വെച്ചിരിക്കുന്ന പൗലോസ് പറയുന്നത്. അപ്പോൾ വിശ്വാസം കാക്കുക എന്നുള്ളത്, വിശ്വാസം എപ്പോഴെങ്കിലും വഴുതിപ്പോകാം, വിശ്വാസത്തിൽ നിന്ന് പതറിപ്പോകാം, വീണ് പോകാം, കുറഞ്ഞ വിശ്വാസികളാകാം, അല്പവിശ്വാസികളാകാം, ഇതൊക്കെ നമുക്ക് സാധ്യമുള്ളതാണ്. അതുകൊണ്ട് ഇവരെപ്പോലെ അവിശ്വാസികളാകരുതെന്നുള്ളതിൽ നാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് അവരവിശ്വാസികളായി തീർന്നു എന്നുള്ളതാണ്. എന്താണ് അവിശ്വാസം? പാപമായിരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പാപമായിരിക്കുന്നതിനൊപ്പം തന്നെ അനേക പാപങ്ങളെ ചെയ്യുവാനുള്ള ധൈര്യം നൽകും. അങ്ങനെ പാപം എന്നുള്ളത് മാത്രമല്ല, മറ്റു അനേക പാപങ്ങൾ ചെയ്യാനായിട്ട് ധൈര്യം നൽകുന്ന ഒരു കാര്യമാണ് അവിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം അവർ എന്താ ചെയ്യുന്നത്? ദൈവം പറഞ്ഞത് അവർ വിശ്വസിച്ചില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ദൈവം പറഞ്ഞു, നിങ്ങൾ സ്വസ്ഥമായിരിക്കാനായിട്ടുള്ള ക്രമീകരണം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന കാര്യം ദൈവം അവരോട് പറയുകയാണ്. അതവർ വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവർ ഈ അവിശ്വാസം എന്ന് പറഞ്ഞത് ഈ നോഗയുടെ കാലത്തിനും ആദ്യ മനുഷ്യരിൽ തന്നെ ആരംഭിച്ചതാണെന്ന് നമുക്ക് ദൈവം പരിശോധിച്ചാൽ കാണുവാനായിട്ട് കഴിയും. അത് നമ്മുടെ ആദ്യ മനുഷ്യനായ ആദാമിൽ തന്നെ ആരംഭിച്ചതാണ്. ദൈവം പറഞ്ഞു, നീ അറിവിൻ്റെ വൃക്ഷം തിന്നരുത്, തിന്നാൽ നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ സാത്താൻ പറഞ്ഞ് വിശ്വസിക്കാനാണ് അവന് താല്പര്യം. സാത്താൻ നീ മരിക്കയില്ല എന്ന് പറഞ്ഞു. മരിക്കയില്ല എന്ന് പറഞ്ഞത് അവർ വിശ്വസിച്ചുകൊണ്ട് അവന് അറിവിൻ്റെ വൃക്ഷഫലം തിന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അവൻ ആദാമിൽ തന്നെ ആരംഭിച്ചതാണ്. ഈ ആദാമിൽ ആരംഭിച്ച ഈ പാപം, അവിശ്വാസം എന്ന് പറയുന്ന പാപം, അങ്ങനെ മനുഷ്യരെ അങ്ങനെ സ്വാധീനിച്ച് എല്ലാ മനുഷ്യരും കടന്നുകൂടി അങ്ങനെ വരികയായിരുന്നു. അതിന് വളരെ ഉത്സാഹം നൽകുന്നത് സാത്താൻ തന്നെ ആയിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നോഗയുടെ കാലത്തുള്ള ആളുകളിലും ഈ അവിശ്വാസം അങ്ങനെ കടന്നുകൂടി സാത്താൻ അവരിലേക്ക് അവിശ്വാസം കടത്തിവിട്ടു എന്ന് കാണുവാനായിട്ട് കഴിയും. ആ രീതിയിൽ നോഗയുടെ സന്തതിയെയും സാത്താൻ അവിശ്വാസം മുഖാന്തരം വഴി തെറ്റിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ദൈവത്തിൻ്റെ ഹിതം ഒഴിവാക്കിക്കൊണ്ട് സിനാർ ദേശത്തെത്തിയവർ അവരൊരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുവാനായിട്ട് ആരംഭിച്ചു. അത് അവർക്ക് ഒരുമിച്ച് പാർപ്പാനും അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ജലപ്രളയമൊക്കെ വന്ന് സംഭവിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് അതിൽ രക്ഷപ്പെടുവാനും ഒക്കെ ആയിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നതാണ്, അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നോഗയുടെ യാഗം, ഹോമയാഗത്തിൻ്റെ ആ സുഗന്ധം അങ്ങനെ നുകർന്നതിന് ശേഷം ദൈവം പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്.
യഹോവയ്ക്ക് അങ്ങനെ ഹോമയാഗം അർപ്പിച്ച ആ നോഹയോട് അങ്ങനെ കൽപ്പിക്കുന്ന ഒരു കാര്യം, പ്രളയവും നാശവും അതുപോലെ ഇനി വരുത്തുകയില്ല എന്ന് വാഗ്ദത്തവും സത്യവും ചെയ്തു എന്നാണ്. ദൈവം പറഞ്ഞത് പ്രളയം വരുമെന്നൊരു പേടിച്ചൊരു കാര്യവും നീ ചെയ്യേണ്ട കാര്യമില്ല, അത് നാശം വരുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു കാര്യവും ചെയ്യേണ്ട കാര്യമില്ല, അതിനുവേണ്ടി പ്രൊട്ടക്ഷൻ നീ എടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഇനിമേലാൽ പ്രളയവും നാശവും ഇപ്പോൾ സംഭവിപ്പിച്ചതുപോലെ ഇനി ഒരു കാലത്തും ഞാൻ വരുത്തുകയില്ല എന്ന് ദൈവം അങ്ങനെ സത്യം ചെയ്തു. പറഞ്ഞത് മാത്രമല്ല, വീണ്ടും ആവർത്ത് പറഞ്ഞ് സത്യവും ചെയ്തു എന്നാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 8-ന്റെ 21, 22 വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. എത്ര കരുതലോടുകൂടെയാണ് ദൈവം നോഹയോട് സംസാരിച്ചത് കാണുവാനായിട്ട് കഴിയും. ആ രീതിയിൽ പിന്നെ യെശയ്യാ പ്രവാചകൻ ഇതേ കാര്യം പിന്നെ എടുത്ത് ആവർത്തിക്കുന്നുകൊണ്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54:9 അത് എടുത്ത് പറഞ്ഞ് ആവർത്തിക്കുകയാണ് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് അവർ അത് മറുതിരിച്ചുകൊണ്ട് ദൈവം നൽകുന്ന പ്രൊട്ടക്ഷൻ പോരാ, ഞങ്ങൾക്കൊരു സംരക്ഷണം ഉണ്ടാക്കണം എന്ന നിലയിൽ അവർ കോപുരം പണിയുവാനായിട്ട് അവർ ആരംഭിച്ചു. അങ്ങനെ വാനോളം എത്തുന്ന വളരെ ഉയരത്തിൽ പൊക്കി പണിതാൽ അതിൻ്റെ പുറത്ത് കയറി രക്ഷപ്പെടാം എന്നൊക്കെയായിരുന്നു അവരുടെ ചിന്ത എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ പണി വന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലുള്ള, ദൈവം അവർക്ക് പ്ലഡ്ജ് ചെയ്തതിലുള്ള അവിശ്വാസമായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ അവിശ്വസിക്കുക, ദൈവത്തിൻ്റെ കഴിവുകളെ, ദൈവത്തിൻ്റെ ശക്തിയെ, ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ അവിശ്വസിക്കുക എന്ന നിലയിൽ അവർ ആയിത്തീർന്നു. അങ്ങനെ ശിനാർ നിവാസികളായിത്തീർന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. ഈ അവിശ്വാസം എന്നുള്ളത് ആദ്യ മനുഷ്യർ തുടങ്ങിയെന്ന് പറഞ്ഞ് അതിങ്ങനെ തുടരുന്നതായിട്ട് തന്നെ കാണാം. ഈ നോഹയുടെ സന്തതി ഇവരിങ്ങനെ ശിനാറിൽ കോപുരം പണിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറയുന്ന വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിന് ഇതുണ്ടായിട്ടുണ്ട്. ആദ്യകാലം അബ്രഹാമിൻ്റെ കാലം നമ്മൾ പരിശോധിച്ചാൽ, വിശ്വാസത്തിൻ്റെ ആരംഭം പരിശോധിച്ചാൽ അനേക അവസരങ്ങളിൽ അവൻ ദൈവത്തെ അവിശ്വസിക്കുന്നതായിട്ടും പല പല പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഒരു ഉദാഹരണം ഇതിനോട് ബന്ധത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, സാറയിൽ നിന്നുള്ള വാഗ്ദത്ത സന്തതിക്കായി അവൻ കാത്തിരുന്നില്ല എന്നുള്ള, സാറയിൽ നിന്ന് നിനക്ക് ഒരു വാഗ്ദത്ത സന്തതി തരാവുന്ന ദൈവമായി അവന് അത് വിശ്വസിച്ചില്ല. അത് കുറച്ച് താമസിച്ചു എന്നുള്ളത് കൊണ്ട് അവനെൻ്റെ പരിപാടിയിൽ കിടക്കുകയാണ്, അബ്രഹാമിൻ്റെ പരിപാടിയിൽ കിടക്കുകയാണ്. സാറെ അവൻ ഉത്സാഹിപ്പിക്കുന്നു, നീ ഹാഗറിനെ പരിഗ്രഹിക്കണം എന്ന നിലയിൽ അങ്ങ് ഉത്സാഹിപ്പിച്ച് അങ്ങനെ ഹാഗറിനെ പരിഗ്രഹിക്കുകയും ഒരു സന്തതി ഇസ്മായിൽ ജനിക്കുകയും ചെയ്തുവെന്ന് ദൈവവചനത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് യഹൂദനും ക്രിസ്ത്യാനിക്കും എന്നും ശത്രുക്കളായി നിലനിൽക്കുന്ന ഒരു വർഗത്തെ ഭൂമിയിലേക്ക് സമ്മാനിക്കുവാനായിട്ട് ഈ അബ്രഹാമിൻ്റെ ഈ അവിശ്വാസം കൊണ്ട് സാധ്യമായി എന്ന് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഇത് അവിശ്വാസം എന്നുള്ളത് ആരെയും പിടിക്കാം, നമ്മുടെയൊക്കെ ജീവിതങ്ങളെയും പിടിക്കുവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഒരു പിടിച്ചിരിക്കുന്നവരുണ്ടാകാം. അത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തമുണ്ട്. എന്താണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് ദൈവം അരുളി ചെയ്തു എന്നാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 13:5 നമുക്കത് കാണാം. നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. എന്നാൽ നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, രോഗത്തിൽ, ദാരിദ്ര്യത്തിൽ, നമ്മുടെ ഈ ആകാന്യതയുടെ മധ്യത്തിൽ, മാനസിക സമ്മർദ്ദങ്ങളുടെ മധ്യത്തിലൊക്കെ ഇതൊക്കെ നമ്മൾ വിട്ടുകളയാറില്ലേ? ദൈവത്തിൻ്റെ വാഗ്ദത്തം വിട്ടുകളയാറില്ലേ? ഞാൻ ഒരു നിന്നെ കൈവിടുകയില്ല എന്ന് പറഞ്ഞ എന്നെ ദൈവം എന്നെ കൈവിടുകയില്ല, ഈ പ്രശ്നത്തിൽ എൻ്റെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയാറുണ്ടോ? പലപ്പോഴും നമ്മൾ വിട്ടുകളയാറുണ്ട്. അത് ശരിയായിട്ട് അത് പാപമാണ് എന്ന് ദൈവം പറയുന്നുണ്ട്. ആ അനേക പാപങ്ങൾ ചെയ്യുവാൻ നമുക്ക് ശക്തി നൽകുന്നുള്ള കാര്യവും നമ്മൾ മറന്നു കളയരുത്. അത് കഴിഞ്ഞിട്ട് എബ്രായ ലേഖനം 13:6 വാക്യത്തിൽ പറയുന്നത്,
കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും എന്ന് ധൈര്യത്തോടെ പറയാമെന്ന്. നമ്മൾ ധൈര്യത്തോടൊരു കാര്യം പറയണമെന്നാണ് പറയണത്. ധൈര്യത്തോടുകൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നവരായി, സംസാരിക്കുന്നവരായി, നമ്മുടെ വിശ്വാസം സംസാരിക്കുന്നവരായി, നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ സ്നേഹിതരൊക്കെ നമ്മുടെ വിശ്വാസം സംസാരിക്കണം. എനിക്ക് ദൈവം തുണയാണ്, ഞാൻ പേടിക്കയില്ല എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം എന്നാണ് ഈ അപ്പോസ്തലൻ എഴുതുന്നത്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ലെന്ന് പറഞ്ഞ ദൈവം എനിക്ക് തുണയാണ്, അവൻ എൻ്റെ കൂടെ ഉണ്ട്, എന്നെ കൈവിടുകയില്ല എന്ന് അങ്ങനെ ധൈര്യത്തോടുകൂടെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വിശ്വാസം പറയുവാനുള്ളതാണ്, സംസാരിക്കാനുള്ളതുകൊണ്ട് ഉള്ളതാണ്, അടക്കി വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. വിശ്വാസം നമ്മൾ ഡിക്ലെയർ ചെയ്യണം, ആളുകളോട് പറയണം, എനിക്കെൻ്റെ ദൈവം തുണയാണ്, എൻ്റെ പ്രശ്നത്തിൽ അവൻ കൂടെ എന്നെ സഹായിക്കും എന്ന് പറയുവാൻ കഴിയുന്ന ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം എന്ന് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ കാനാൻ ദേശം മുറ്റു നോക്കാൻ പോയ ആളുകളെ ചരിത്രം ഒന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവർ 10 ഗോത്രങ്ങളിൽ നിന്ന് അവർ അവിടെ പ്രധാനികളായിട്ടുള്ളവരെ 10 പേരെ അങ്ങനെ തിരഞ്ഞെടുത്ത്, പ്രഭുക്കന്മാർ തിരഞ്ഞെടുത്ത് അങ്ങനെ യോശുവ അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ പോയി സ്ഥലമൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് 12 ഗോത്രത്തിലുള്ളവരെ അയച്ചു. 10 ഗോത്രത്തിലുള്ളവർ മടങ്ങി വന്ന് അവർ പറഞ്ഞ കാര്യം, അവിടെ പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാർ ആണ്, അനാക്കിൻ്റെ പുത്രന്മാരും അവിടെയുണ്ട്, പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവ ആണ്. സംഖ്യാപുസ്തകം 13 28 വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. അവിടെ പാർക്കുന്ന ജനം ബലവാന്മാരാണ്, അവിടെ മല്ലന്മാരായിട്ടുള്ള ആളുകളുണ്ട്, പട്ടണമൊക്കെ ഭയങ്കര ഉറപ്പാണ്, അത് നമുക്ക് ഇനി പിടിക്കാൻ പറ്റില്ല, അവരോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. പിന്നെ അവരനേക കാര്യങ്ങൾ പറഞ്ഞു വന്നതിന് ശേഷം ഒരു കാര്യം പറയുന്നത് 33 വാക്യത്തിൽ അവർ പറയുന്നത്, ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടിക്കിളികളെ പോലെ തോന്നി. അവരുമായിട്ട് ഞങ്ങളൊരു കമ്പാരിസൺ നടത്തി നോക്കി, അവരുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കി, ഞങ്ങൾ വെട്ടുകിളികളെ പോലെ തോന്നി. പിന്നെ അവർ പറയുന്നത് അവരുടെ കാഴ്ചയ്ക്ക് ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. അവരും ഞങ്ങളെ കണ്ടപ്പം അവർക്കും ഞങ്ങൾ അങ്ങനെ തന്നെ തോന്നി എന്നാണ് ഇവർ പറയുന്നത്. അവർ കണ്ടത് ഇവരെങ്ങനെ കണ്ടു? അവിശ്വാസമാണ്. അവിശ്വാസം കൊണ്ട് നിറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. പിന്നെ അവർ പറഞ്ഞു, കൈവശമാക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല, അതിനോട് ശ്രമിക്കേണ്ട, നമ്മളങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ മറന്ന് ഞാൻ നിങ്ങൾക്ക് തരാം, ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും എന്ന് ആ വാഗ്ദത്ത ദേശത്തെക്കുറിച്ച് ഇവർക്ക് സംസാരിക്കാനായിട്ടുള്ളത് നമുക്ക് കിട്ടുകയില്ല എന്നുള്ള രീതിയിലാണ്. എന്നാൽ അവിടെ വളരെ ധൈര്യത്തോടെ സംസാരിച്ച 2 പേരുണ്ട്, യോശുവയും കാലേഫുമാണ്. അവർ പറഞ്ഞു, നിങ്ങളെന്താ പറയുന്നത്? തീർച്ചയായും നമുക്ക് കൈപ്പറ്റാനായിട്ട് കഴിയും. ദൈവം തരുമെന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ ശക്തിയിൽ, ദൈവത്തിൻ്റെ ബലത്തോടുകൂടെ നമുക്ക് അത് കൈവശമാക്കുവാനായിട്ട് കഴിയും. നിങ്ങൾ ഈ രീതിയിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞ് ആ താക്കീത് നൽകിയതായിട്ട് യോശുവയെയും കാലേഫിനെയും കുറിച്ച് പറഞ്ഞതായിട്ട് കാണുവാനായിട്ട് കഴിയും. എന്താണ് അതിൻ്റെ ഫലം? എന്താണ് അവിടെ സംഭവിച്ചത് അങ്ങനെ നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഒരു കാര്യം സംസാരിച്ചു, ദൈവനോട് സംഭവിച്ചു. അങ്ങനെ ദൈവൻ നമ്മൾ പറയുന്നത്, യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്ന യോശുവയും കാലേഫുമല്ലാതെ മിസ്രയീമിൽ നിന്ന് പോന്നവരിൽ 20 വയസ്സ് മുതൽ മേലോട്ടുള്ള ഒരുത്തനും വാഗ്ദത്ത നാട്ടിൽ എത്തിയില്ല എന്നുള്ളതാണ്. എന്താണ് പറയുന്നത്? യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്ന യോശുവയും കാലേഫും അല്ലാതെ 20 വയസ്സ് മുതൽ മേലോട്ടുണ്ടായിരുന്ന ഒരുത്തനും ആ വാഗ്ദത്ത നാട്ടിലേക്ക് എത്തുവാൻ കഴിഞ്ഞില്ല എന്ന് ദൈവം നമ്മൾ പറയുന്നുണ്ട്. 6 ലക്ഷം പുരുഷന്മാർ മാത്രമുണ്ട്, 20 വയസ്സിൻ്റെ മുകളിൽ തുല്യരായിരിക്കുന്നവർ സ്ത്രീകളും കാണും. അങ്ങനെ ഒരുത്തർക്കും, അങ്ങനെ 20 വയസ്സിന് മുകളിലുള്ള ഒരുത്തർക്കും വാഗ്ദത്ത നാട്ടിലേക്ക്
എത്തുവാനായിട്ട് കഴിഞ്ഞില്ല. അത് അവിശ്വാസം എന്നുള്ള വലിയ പാപമാണ്. ദൈവത്തിലുള്ള അവിശ്വാസം തീർച്ചയായും നമ്മൾ ഹൃദയങ്ങളെ ഭരിക്കരുത്, വരരുത്. ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ഞാൻ നിനക്ക് തുണ, ഞാൻ നിന്നെ കൈവിടുകയില്ലെന്ന് പറഞ്ഞാൽ ദൈവം എന്നെ കൈവിടുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം തീർച്ചയായും നാം നിലനിർത്തേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ഒരിക്കൽ ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ലൂക്കോസിൻ്റെ വിഷയം 8:25 നമ്മളത് കാണുന്നുണ്ട്. അത് സംബന്ധമായിരിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ലൂക്കോസിൻ്റെ വിഷയം 8:22 മുതൽ 25 വരെ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് ശിഷ്യന്മാരുമായി പടകിൽ കയറിയതിനു ശേഷം പറഞ്ഞു, അക്കരയ്ക്ക് തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോകാം എന്ന് ശിഷ്യന്മാരോട് അങ്ങനെ കൽപ്പിക്കുന്നതായിട്ട് കാണും. കർത്താവ് ബോട്ടിലുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് അക്കരയ്ക്ക് പോകാം എന്ന് കൽപ്പിച്ച് അവരങ്ങനെ ബോട്ട് അങ്ങനെ നീക്കി അങ്ങനെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥ 3 കാര്യങ്ങളിവിടെ സംഭവിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. ഒന്ന്, കർത്താവ് അവിടെ ഉറങ്ങിപ്പോയി, ബോട്ടിൽ തന്നെ കർത്താവ് ഉറങ്ങിപ്പോയി എന്ന് കാണാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട് ഒരു ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ വെള്ളം നിറഞ്ഞു അവിടെ എന്നവിടെ എഴുതിയിരിക്കുന്നു. ചുഴലിക്കാറ്റുണ്ടാക്കി, അങ്ങനെ കാറ്റിൽ വെള്ളം ഇരച്ച് കയറി പടകിൽ വെള്ളം നിറഞ്ഞു എന്ന് കാണുവാൻ കഴിയും. മൂന്നാമത്തെ ശിഷ്യന്മാർ പ്രാണഭയത്തിലായി. അപ്പോൾ അങ്ങനെ 3 കാര്യങ്ങൾ സംഭവിക്കുകയാണ്. കർത്താവ് ഉറങ്ങിയിരിക്കുകയാണ്, വലിയ ചുഴലിക്കാറ്റ് വന്നു, ആ വെള്ളം അടിച്ച് ബോട്ടിനകത്ത് കയറി, ബോട്ടിൽ വെള്ളം നിറഞ്ഞു. ശിഷ്യന്മാർ പ്രാണഭയത്തിലായി എന്ന് കാണുവാനായിട്ട് കഴിയും. അത് തുടർന്ന് ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ ഉണർത്തി എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ ഉണർത്തിയപ്പോൾ കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു എന്ന് പറയുക. അതിനോട് സംസാരിക്കാനായിട്ട് കഴിവുള്ളവൻ, ഈ കാറ്റിനോടും കടലിനോടും സംസാരിക്കാൻ കഴിവുള്ളവന് കർത്താവ് അവിടെ ഉണ്ട്. സംസാരിച്ച് അടക്കുവാനും കഴിയുന്ന ആ ദൈവം കർത്താവ് ആ ബോട്ടിലുണ്ട്. അവൻ അങ്ങനെ എഴുന്നേറ്റ് അത് ശാസിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ശാസിച്ച ഉടൻ തന്നെ അങ്ങനെ കാറ്റും കടലുമൊക്കെ അമർന്നു വളരെ ശാന്തത ഉണ്ടായി എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് കർത്താവ് ചോദിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് ചോദിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ്. ഇവിടെ നമ്മൾ ഒരു പക്ഷേ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശിഷ്യന്മാരുടെ മധ്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത് ഒരു പക്ഷേ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. കർത്താവേ, ഞാൻ ആ ബോട്ടിലുണ്ടായിരുന്നു, ഇത് തന്നെ ഞാനും ചെയ്യും, നിങ്ങൾ ഒരു പക്ഷേ പലരും അത് തന്നെ ചെയ്യുമായിരിക്കും, അതിലെന്താ തെറ്റുള്ളത് എന്ന് ഒരു ചിന്തിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. പ്രാണഭയത്തിലായത് എന്താണ് തെറ്റ്? ബോട്ടിൽ വെള്ളം നിറഞ്ഞല്ലോ, ഇനി ഭയപ്പെടാതെ എന്താണ്? അത് തീർച്ചയായും ഭയപ്പെടും എന്ന് തന്നെ നമ്മളങ്ങനെ ചിന്തിക്കും. അത് കഴിഞ്ഞിട്ട് നശിച്ചു പോകുന്നു എന്നാണ്, ചാകാൻ പോകുന്നു എന്ന് പറഞ്ഞു. വെള്ളം കയറിയ ബോട്ട് മറിയുകയാണെങ്കിൽ ചാകും. അപ്പോൾ അത് പറഞ്ഞു, അതിലെന്താണ് തെറ്റ് എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വാക്കിൽ അത് അങ്ങനെ ഒരു പറയാനുള്ള ഒരു അവസരം ദൈവം നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. കർത്താവ് പറയുന്നത് നിങ്ങൾ പറഞ്ഞതിൽ തെറ്റുണ്ട്, നിങ്ങൾ വിശ്വാസം വിട്ടുകളഞ്ഞു എന്നുള്ളതാണ് കർത്താവ് അവരോട് പറഞ്ഞത്. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞത് നമുക്ക് അക്കരയ്ക്ക് പോകണമെന്നാണ്. അക്കരയ്ക്ക് പോകണം എന്ന് പറഞ്ഞതിന് ശേഷം ആ കടലിൽ മുക്കും. നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? അക്കരയ്ക്ക് പോകും എന്ന് വിശ്വസിക്കാത്തത് അവരുടെ തെറ്റായിട്ട് കർത്താവ് അങ്ങനെ പറയുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. പിന്നെ രണ്ടാമതായിട്ട് അവർ അക്കരയ്ക്ക് പറയുമെന്ന് പറഞ്ഞ് അവൻ നമ്മുടെ കൂടെ ഉണ്ട്, അവനെത്തിക്കും എന്നുള്ളതിനെക്കുറിച്ചും അവർ വിശ്വസിച്ചില്ല. പോകണം എന്നുള്ള കൽപ്പന അവർ വിട്ടുകളഞ്ഞു. നമ്മുടെ എവിടെ പോകുന്നു എന്നുള്ളത് അവർ വിട്ടുകളഞ്ഞു. അവിടെ എത്തും, അവിടെ പോകാനായിട്ട് ദൈവം ഇറക്കിവിട്ടിരിക്കുകയാണ്, അക്കരയ്ക്ക് പോകാനായിട്ട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് അവർ മറന്നു കളഞ്ഞു എന്നുള്ളതാണ് അവിടെ അവിശ്വാസം എന്ന് പറയാനായിട്ട് കഴിയും. അത് കഴിഞ്ഞിട്ട് അവർ അവിടെ എത്തിക്കാനായിട്ട് കഴിവുള്ളവൻ നമ്മുടെ ബോട്ടിലുണ്ട് എന്നുള്ള കാര്യം
അവർ മറന്നു കളഞ്ഞിട്ട് അവർ പറയുകയാണ്, ഞങ്ങൾ നശിച്ചു പോകുന്നു, ഞങ്ങൾ മരിക്കുവാൻ പോകുന്നു എന്ന് പറയുന്നത്. അത് അവരുടെ അവിശ്വാസം എന്നാണ് കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് കർത്താവ് ചോദിക്കാനായിട്ട് കാരണം എന്ന് കാണുവാനായിട്ട് കഴിയും. ദൈവമക്കളെ, പ്രശ്നം വളരെ ഗുരുതരമാണ്. ചുഴലിക്കാറ്റ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പടകിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്, എപ്പോൾ വേണമെങ്കിലും അറിയാം. എന്നാൽ ദൈവം പറയുന്നത് ഈ പ്രാണഭയത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ നിൻ്റെ ബോട്ടിലുണ്ട്. നീ അങ്ങനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. നിൻ്റെ അവിശ്വാസം ആണ് നിന്നെ അങ്ങനെ പറയുവാനായിട്ട് അനുവദിച്ചത്. നിൻ്റെ വിശ്വാസം എവിടെ എന്ന് കർത്താവ് അങ്ങനെ ചോദിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ യാത്രയെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. നാം സിയോനിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. സിയോനുള്ള യാത്രയിൽ അപകടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, നിരാശകൾ തീർച്ചയായും ഉണ്ട്. നമ്മളിപ്പോഴത്തെ ജീവിതത്തിനെ പരിശോധിച്ച് നോക്കി എത്ര നിരാശയാണ് നമുക്കുള്ളത്. നമ്മളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ എത്രയുണ്ട്. നമ്മളെ കാർന്ന് തിന്നുന്ന, നമ്മളെ ഹൃദയത്തെ തകർക്കുന്ന ഒരുപാട് ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ഒരുപക്ഷെ അങ്ങനെ കടന്നു പോകുന്നുണ്ടാവും. എന്നാൽ കർത്താവ് പറയുന്നത് ഇതിലൊന്നും ഭയപ്പെടേണ്ട, നിനക്കൊരു യാത്ര ലക്ഷ്യമുണ്ട്, അവിടെ എത്തിക്കാനായിട്ട് ഞാനുണ്ട്. ഈ ലോകത്ത് നടക്കുന്ന ഈ ലോകത്തിലുള്ള ഒരു ഡെസ്റ്റിനേഷനല്ല നിനക്കുള്ളത്. ഈ ലോകത്തെ മറികടന്നുകൊണ്ട് അക്കരയിലെത്തിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ഞാൻ നിനക്ക് വച്ചിരിക്കുന്നത്. അവിടെ എത്തിക്കാനായിട്ട് നിൻ്റെ കൂടെ ഉണ്ട് എന്ന് കർത്താവ് പറയുന്നു എന്നുള്ള കാര്യം നാം ഇങ്ങനെ മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്, അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. അതുകൊണ്ട് നമ്മുടെ യാത്രയിൽ, സിയോനുള്ള യാത്രയിൽ പതറാതെ നമ്മുടെ ജീവിത പടകിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കി അവനെ വിശ്വസിച്ചുകൊണ്ട്, അവരിൽ ആശ്രയിച്ചുകൊണ്ട്, വിശ്വാസം വിടാതെ എന്ത് തന്നെ എന്നെ പിടിച്ചാലും, ചുഴലിക്കാറ്റ് എൻ്റെ നേരെ അടിച്ചാലും ഞാൻ നിനക്ക് തുണ, ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവിനെ അങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യാനായിട്ട് നമുക്ക് കഴിയേണ്ടത് അവിശ്വാസം വളരെ ആവശ്യമാണ്. അവിശ്വാസമുള്ള ഹൃദയത്തെക്കുറിച്ച് എബ്രായ ലേഖനകാരൻ പറയുന്നത് അത് ദുഷ്ടഹൃദയം എന്നാണ്. അതാണ് എബ്രായർക്ക് ലേഖനം 3:12 വായിക്കുന്നത്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്നാണ്. നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകരുത്, എനിക്കുണ്ടാകരുത്, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകരുത് എന്ന് ദൈവം നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ വിശ്വാസമുള്ളവൻ്റെ ഹൃദയം ദുഷ്ടഹൃദയമായിട്ടാണ് ദൈവം കാണുന്നത്. അങ്ങനെ ദൈവം നമ്മളെക്കുറിച്ച് പറയാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും ഒക്കെയാണ് എനിക്കുള്ളത്. എന്നെക്കുറിച്ചും അത് തന്നെയാണ് ഉള്ളത്. ശിനാർ നിവാസികൾ ദൈവത്തെയും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെയും വിശ്വസിച്ചില്ല. നോഗയുടെ കാലം പോലെ പ്രളയവും നാശവും ഇനി വരുത്തുകയില്ല എന്ന വാഗ്ദത്തവും സത്യവും ചെയ്തത് അവർ അവിശ്വസിച്ചു. ഇനി പ്രളയം വരികയില്ല, ഇതുപോലെ നാശവും ഞാൻ വരുത്തുകയില്ല എന്ന് പറഞ്ഞത് അവർ അവിശ്വസിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കണം.
ദൈവം പറഞ്ഞത് ശരിയാണ്, അവൻ വാക്ക് മാറാത്തവനാണ് എന്നുള്ളത് മുറുകെ പിടിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. നമ്മൾ ജനാധിവാസികളാകരുത് എന്നുള്ള അവിശ്വാസം ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ട് അവരെ പോലെ ആയിത്തീരരുത് എന്നുള്ള ഒരു അപേക്ഷയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനിട്ടുള്ളത്. റിമെമ്പർ വൺ തിങ്, ഗോഡ് ക്യാൻ സ്റ്റിൽ ദ കയോസ് ആൻഡ് ഡിസോർഡർ ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതങ്ങളിലുള്ള എല്ലാ കലക്കങ്ങളെയും എല്ലാ ക്രമക്കേടുകളെയും പരിഹരിക്കുവാനായിട്ട് കഴിയുന്ന ദൈവം നമ്മോട് കൂടെ യാത്ര ചെയ്യുന്നു. നമ്മുടെ സിയോൻ യാത്രയിൽ അവൻ എത്തിക്കാനായിട്ടുള്ള സ്ഥലത്ത് എത്തിക്കും. ഇടയിൽ വരുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ ദൈവത്തെ സംശയിക്കാതെ നമുക്ക് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യാം. അവൻ നമ്മുടെ ജീവിത പടകളുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് എന്നുള്ള കാര്യമാണ് ഞാൻ പലരോട് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അവർ തുറന്ന മത്സരികളായിരുന്നു എന്നുള്ളതാണ്. ഓപ്പൺ റിബല്യൻ, തുറന്ന മത്സരികളായി അവർ മാറി എന്ന് കാണുവാനായിട്ട് കഴിയും. അതാണ് അവർ രണ്ടാമത്തെ പാപപ്രശ്നം. തുറന്ന കൽപ്പന ലംഘനമാണ് സിനാർ നിവാസികൾ നടത്തി എന്ന് കാണുവാനായിട്ട് കഴിയും. പ്രളയത്തിൻ്റെ ശേഷം ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവം അവരോട് പറഞ്ഞത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവിൻ എന്ന് കൽപ്പിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ അങ്ങനെ നിറയണം, ഒരിടത്ത് കൂടിയിരിക്കരുത് എന്ന രീതിയിലാണ് ദൈവം അവരോട് പറഞ്ഞെന്ന് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അവർ നിങ്ങൾ ഭൂമിയിൽ നിറവിനെന്നുള്ള കൽപ്പന അവർ വിട്ടുകളഞ്ഞു. അതിനെ മറുതലിച്ചുകൊണ്ട്, ദൈവം കൽപ്പനയെ മറുതലിച്ചുകൊണ്ട് അവരങ്ങനെ പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഭൂമിയിലേക്കും അങ്ങനെ ചിതറിപ്പോകാതിരിക്കാനായിട്ട് ഒരു ലക്ഷ്യത്തോടുള്ള ഒരു കോപുരപണിയാണ്. ഭൂമിയിലൊക്കെ നമുക്ക് ചിതറിപ്പോകാൻ പാടില്ല. ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന കോപുരവും പണിയുക എന്ന് അവർ തീരുമാനിച്ച് അവർ പ്രവർത്തിക്കുകയാണ്. അതാണ് നാം വായിച്ച ആ വേദഭാഗം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അവർ ദൈവത്തോട് നടത്തിയ ഒരു വെല്ലുവിളി തന്നെ ആയിരുന്നു. നമുക്ക് ഒരുമിച്ചിരിക്കാനായിട്ട്, ചിതറിപ്പോകാതിരിക്കാനായിട്ട് ഒരു പട്ടണം നമുക്ക് പണിയണം, ഒരു കോപുരവും പണിയണം എന്ന് അവർക്ക് തീരുമാനിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ ദൈവത്തോടുള്ള മത്സരം ഞാൻ പറഞ്ഞപ്പോൾ, അവിശ്വാസം പറഞ്ഞപ്പോൾ ആദാമിനെ പറഞ്ഞു. തീർച്ചയായും മത്സരത്തിൻ്റെ ഉടമസ്ഥൻ അവൻ തന്നെയാണ്. ദൈവത്തോട് അവൻ മത്സരിച്ചു. അവർ അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത് എന്ന് പറഞ്ഞത് അവൻ തിന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. അത് ദൈവത്തോടുള്ള മത്സരമായിരുന്നു. അത് ആ മനുഷ്യരിൽ ആ മത്സരവും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തോട് എങ്ങനെ എതിർക്കാം, എപ്പോൾ എതിർക്കാം, കിട്ടുന്ന അവസരമൊക്കെ ദൈവത്തോട് അങ്ങനെ മത്സരം നടത്തുക എന്നുള്ള രീതിയിൽ, ദൈവത്തോട് പിറുപിറുക്കുക എന്ന രീതിയിലുള്ള ഒരു രീതിയാണ് മനുഷ്യനുള്ളത് എന്നുള്ള കാര്യം നമുക്ക് പൊതുവെ അറിയാം. നമ്മുടെ ജീവിതങ്ങളിൽ ഒരുപക്ഷെ ദൈവത്തോടുള്ള മത്സരം ചിലപ്പോൾ ഭരിക്കാറുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ചിന്തയിൽ തന്നെ കടന്നു വരാൻ സാധ്യതയുണ്ട്. സീനാനിവാസികൾ അങ്ങനെ ദൈവത്തോട് മത്സരിച്ച് ഗോപുരവും പട്ടണവും പണിതു എന്നാണ്. ആ മത്സരം അങ്ങനെ തുടർന്നെന്ന് കാണാൻ കഴിയും. ഇസ്രയേലിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ മരുഭൂമി യാത്രയിൽ 7 പ്രാവശ്യം മത്സരിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. അതിന് സംഖ്യാപുസ്തകം 11-21 വരെയുള്ള അധ്യായങ്ങളിലാണ് അതിനെക്കുറിച്ച് വ്യക്തമായി കാണുന്നത്. അങ്ങനെ വാക്യങ്ങൾ പറയുകയാണെങ്കിൽ 11-1 മുതൽ 33, 12-1, 14-1-2, 16-1, 20-3, 21-5 ഇങ്ങനെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണും അവർ അങ്ങനെ 7 പ്രാവശ്യം ദൈവത്തോട് ഭയങ്കരമായിട്ട് മത്സരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അതിൽ ഒരു ശ്രദ്ധേയമായ ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഈ അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇറച്ചി ആവശ്യപ്പെട്ടുകൊണ്ട് യഹോവയോട് അവർ മറുതലിക്കുകയും പിറുപിറുക്കുകയും ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാം. ഇറച്ചി ആവശ്യപ്പെട്ട് ഇറച്ചി തിന്നിട്ട് ചോദിച്ചാലായിപ്പോയി, അതൊക്കെ ശരിയാണ്. പക്ഷേ അതിനോട് പിറുപിറുപ്പായിട്ട് മത്സരമായിട്ട് ദൈവൻപാകെ അവർ എഴുന്നേൽപ്പിച്ചു എന്ന് കാണാനായിട്ട് കഴിയും.
അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇവരുടെ മത്സരം കൊണ്ട് മോശെ വളരെ വേദന ഉള്ളവനായി, വേദനിപ്പിക്കുന്നവനായി അങ്ങനെ തീർന്നു. സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരുടെ മത്സരം പല അവസരങ്ങളായി തീർന്നിട്ടുണ്ട്. മോശയ്ക്ക് ഇവരെ നയിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആയിത്തീരുന്നത് കാണുവാനായിട്ട് കഴിയും. ഒരവസരത്തിൽ മോശ പറഞ്ഞു, ദയ വിചാരിച്ച് എന്നെ കൊന്നുകളയണമെന്ന് യഹോവയോട് മോശെ പ്രാർത്ഥിച്ചു എന്ന്. ദയ വിചാരിച്ച് എന്നെ കൊന്നുകളയണമെന്ന് മോശെ പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ സംഖ്യാപുസ്തകം 11:15 നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ദൈവം ഇറച്ചിക്ക് വേണ്ടി മത്സരിച്ചപ്പോൾ ഇറച്ചി കൊടുത്തു എന്ന് കാണാനായിട്ട് കഴിയും. മത്സരത്തിൽ അവർക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുകയില്ല. ദൈവത്തോട് മത്സരിച്ച് ഉണ്ടാക്കിയ സാധനം അല്ലെങ്കിൽ കിട്ടിയ സാധനം അത് ആസ്വദിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അവർക്കുണ്ടായത്. അങ്ങനെ ദുരാഗ്രഹികളായ അവരുടെ പല്ലിനിടയിൽ അങ്ങനെ ഇറച്ചിയിരിക്കുമ്പോൾ തന്നെ അത് ചവച്ച് ഇറക്കും മുമ്പേ, പല്ലിനിടയിൽ ഇറച്ചി കൊണ്ട് ചവച്ച് ഇറക്കും മുമ്പേ യഹോവയുടെ കോപം ജനത്തിൻ്റെ നേരെ ജ്വലിച്ചു എന്നാണ്. അവർ ഇറച്ചി ഇങ്ങനെ തിന്നുകൊണ്ട് ആ പല്ലിനിടയിൽ ഇറച്ചി വെച്ച് അങ്ങനെ കടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ അത് ചവച്ചരച്ച് ഇറക്കുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ കോപം ജനത്തിൻ്റെ നേരെ ജ്വലിച്ചു എന്ന് കാണുവാനായിട്ട് ചെയ്യും. യഹോവ ജനത്തെ ഒരു മഹാബാധ കൊണ്ട് സംഹരിച്ചു എന്ന് കാണാം. അതിൻ്റെ 11:33 അതാണ് എഴുതിയിരിക്കുന്നത്. ഒരു മഹാബാധ കൊണ്ട് അവരെ സംഹരിച്ചു കളഞ്ഞു എന്നാണ്. ഇങ്ങനെ മത്സരം എന്നുള്ളത് അത് ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ്. മത്സരിക്കരുത്, ദൈവത്തോട് അനുസരണം കാണിക്കുക എന്നുള്ളതാണ്. ദൈവത്തോട് പിറുപിറുക്കരുത്, ദൈവം എന്തിനായി ചെയ്തത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും പാടില്ല. അങ്ങനെ ഇല്ലാത്ത ഒരു രീതിയിൽ നമ്മൾ ജീവിക്കാനായിട്ട് നമ്മുടെ വിശ്വാസ ജീവിതം ആയിത്തീരേണ്ടത് ആവശ്യമാണ്. ദൈവം അങ്ങനെ ആ വിഷയത്തിൽ അവരെ ശിക്ഷ വിധിച്ചു എന്ന് കാണാൻ കഴിയും. ഇസ്രായേൽ വിശ്വസിക്കാതിരുന്ന 10 അവസരങ്ങളും ദൈവത്തെ കുറ്റം പറഞ്ഞ 14 അവസരങ്ങളിൽ ബൈബിളിൽ നമുക്ക് കാണാം. എല്ലാ അവസരങ്ങളിലും ദൈവം ശിക്ഷ നടത്തിയിട്ടുണ്ട് എന്ന് കാണുവാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ദൈവത്തോടുള്ള മത്സരം അങ്ങനെ നീണ്ടു പോകാനായിട്ട് ദൈവം അനുവദിക്കുകയില്ല. ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തോടുള്ള മത്സരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാനായിട്ട് വിനയപ്പെടുക. ദൈവമേ, എല്ലാം അങ്ങയുടെ ഹിതമെന്ന് താഴുവാനായിട്ട്, അങ്ങയുടെ ദൈവത്തോട് ചോദ്യം ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ നമ്മുടെ ജീവിതങ്ങളിൽ തീരുമാനമെടുക്കേണ്ട ആവശ്യമാണ്. ഇസ്രായേലിൻ്റെ ചരിത്രം അങ്ങനെ മുന്നറിയിപ്പായിട്ട് നിൽക്കുന്നു. ദൈവത്തോട് മത്സരിക്കുക, പിറുപിറുക്കുക, ദൈവത്തെ കുറ്റപ്പെടുത്തുക എന്നുള്ളതൊക്കെ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഒരിക്കൽ ചെയ്യാനായിട്ട്. നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. എപ്പോഴെങ്കിലും ദൈവത്തോട് പിറുപിറുത്തിട്ടുണ്ടോ? ദൈവത്തെ അങ്ങനെ സംശയിച്ചുകൊണ്ട്, ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, ദൈവം എന്തിനു കൊള്ളാം, ദൈവത്തിനത് ചെയ്യാൻ കഴിയില്ലേ, എന്താ ചെയ്യാത്തത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ട് ഒരുപക്ഷെ നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യം നമുക്ക് പാടില്ലാത്തതാണ് ദൈവം നമ്മോട് ശക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ മത്സരികളായ ആളുകളെക്കുറിച്ച് എബ്രായ ലേഖനം 3:18-19 വായിക്കുന്നത് അവർ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല. അനേക കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറയാണ്, മത്സരികളോട് നീ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്നാണ് ദൈവവചനം പറയുന്നത്. സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാത്ത ഒരു ജീവിതം മത്സരികൾക്ക് ഉണ്ടാകും എന്ന് ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രശ്നങ്ങളിടയിൽ ദൈവത്തോട് മത്സരിക്കാതെ, ദൈവത്തിനെ ചോദ്യം ചെയ്യാതെ, പരീക്ഷിക്കാതെയും നമുക്ക് ജീവിക്കാം. ദൈവത്തിൽ നിന്ന് സ്വസ്ഥത അനുഭവിക്കുന്ന, ദൈവം സ്വസ്ഥത തരുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകട്ടെ. നാം മത്സരികളാകരുത്. അങ്ങനെ സിനാർ നിവാസികൾ മത്സരിച്ചു, അവർക്ക് ദൈവം ശിക്ഷ വിധിച്ചതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ്. ഞാൻ മൂന്നാമത്തെ പ്രശ്നമായിട്ട് അവരുടെ പ്രശ്നമായിട്ട് പറഞ്ഞത് അവരുടെ നിഗളമാണ്. അവർ നിഗളിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ബൈബിൾ നിഗളത്തെ വളരെ ഗൗരവമായി കാണുന്നു. നിഗരം ഇതിന് ഒരു പര്യായപദമായിട്ട് ഗർവം, ധിക്കാരം പോലുള്ള വാക്കുകൾ ബൈബിളിൽ നമുക്ക് കാണാം. പട്ടണവും ആകാശത്തോളം എത്തുന്ന കോപുരവും പണിതതിൻ്റെ മറ്റൊരു ലക്ഷ്യമായി അവർ പറയുന്നത് നമുക്കൊരു പേരുണ്ടാക്കുക എന്നാണ്. നമുക്കൊരു പേരുണ്ടാക്കണം. ലെറ്റസ് മേക്കസ് എ നെയിം. നമുക്കങ്ങ് പ്രസിദ്ധി നിലനിർത്തത്തക്ക രീതിയിൽ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി നമുക്കൊരു ഗോപുരം ഇരിക്കട്ടെ എന്ന നിലയിലുമാണ് അവർ പണിയുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു പേരുണ്ടാക്കുക എന്നുള്ള,
നമ്മുടെ എത്ര വലിയ ആളുകളാണ്, എത്ര കഴിവുള്ള ആളുകളാണ്, എത്ര ശക്തന്മാരാണ്, എത്ര ഉയരത്തിൽ ഗോപുരം നമുക്ക് പണിയാനായിട്ട് കഴിയും. ഇതൊക്കെ ഓർത്ത് നമ്മുടെ പിന്തലമുറക്കാർ അങ്ങനെ നിമ്രോദിൻ്റെ ആളുകളെ അങ്ങനെ പ്രശംസിച്ച് പറയണം എന്നുള്ളൊരു ആഗ്രഹം, ഒരു പ്രസിദ്ധി, ഒരു റെപ്യൂട്ടേഷൻ നമുക്കുണ്ടാക്കിയെടുക്കണം എന്ന നിലയിൽ അവർ തീരുമാനിച്ചുകൊണ്ട് അവരത് പണിതു എന്നുള്ളതാണ്. അപ്പോൾ അവർ നിഗളം അവരിൽ ഭരിച്ചിരുന്നു. ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന മറുതലിച്ചുകൊണ്ട് അങ്ങനെ പ്രസിദ്ധി നേടാനുള്ള ഒരാഗ്രഹമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നിഗളം എന്നുള്ളത് ഭയങ്കര ഒരു പാപമാണ്. സാധാരണ പാപമൊന്നും വിചാരിക്കരുത്. ഒരു നമ്മളുമൊക്കെ പലരും കാണാം നിഗളം. ഞാൻ ഒരാളാണ്, ചർച്ചിലും ഞാനൊരാളാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ടാകും. ഒന്ന് ഓർത്ത് നോക്കണം. ദൈവമേ, ഞാനങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനൊരു ആൾ തന്നെയാണെന്ന് ചിന്തിച്ച എന്നെ വെല്ലുവിളിക്കാൻ ആരുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ ചിന്തിച്ച ചില അവസരങ്ങൾ എനിക്കുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുന്നത് ശരിയായിട്ടും നല്ലതാണ്. നിഗളമെന്നുള്ളത് ദൈവത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെയും ദൈവത്തോടുള്ള അനുസരണക്കേടും ആഗ്രഹിക്കുമെന്നുള്ള, ദൈവത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അത് ആഗ്രഹിക്കും, ദൈവത്തുള്ള അനുസരണക്കേടും അത് ആഗ്രഹിക്കും. അതാണ് നിഗളത്തിൻ്റെ ഒരു പ്രത്യേകത. അവർ നിഗളത്തിൻ്റെ ഒരു ഭാഗമായി അവർ പറഞ്ഞത് അവരുടെ ഐക്യത ദൈവത്തോടുള്ള ഒരു ശക്തിയായി അവർ കണ്ടു. ദൈവത്തെ വെല്ലുവിളിക്കാനുള്ള ശക്തി ഞങ്ങളുടെ ഐക്യതയാണ്. ഞങ്ങൾ ഒന്നായിരിക്കുന്നു, ഒരുമിച്ച് പണിയുന്നു, ഞങ്ങളുടെ ഐക്യത ദൈവത്തോട് അങ്ങനെ മറുതിരിച്ച് നിൽക്കാനുള്ള ശക്തി പകരും എന്നവർ ചിന്തിച്ചു. എന്ത് ശക്തിയാണുള്ളത്? ദൈവത്തോട് ആർക്ക് എതിർത്ത് നിൽക്കാനായിട്ട് കഴിയും? അവനോട് ആറ് എതിർത്ത് നിൽക്കും എന്ന് ദൈവം നമ്മൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നിഗളം വേണ്ട. നിഗളമില്ലാത്ത ഒരു ജീവിതം തീർച്ചയായും നമുക്ക് ആവശ്യമാണ്. ഇത് ആരംഭം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദാമിന് മുമ്പേ നിഗളം ആരംഭിച്ചതാണ്. അത് സാത്താനായി തീരുന്ന കെരൂബിലാണ് നിഗളം ആരംഭിച്ചതെന്ന് കാണുവാനായിട്ട് കഴിയും. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-16-17 വാക്യങ്ങളും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, 1 തിമോത്തി 3:6 എന്നീ വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കുന്ന രീതിയിൽ ദൈവം സൃഷ്ടിച്ച, ദൈവം ഉണ്ടാക്കിയ കെരൂബ് അങ്ങനെ ദൈവത്തോടും നിഗളം കാണിച്ച് അവന് വളരെ അധികം പരാജയത്തിലായി സാത്താനായി തീർന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ അനേക കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ അവസാനം ഏറ്റവും പ്രസിദ്ധിയായി എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയുന്നു. ഞാൻ അത്യുന്നതനോട് സമനാകും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് യെശയ്യാ പുസ്തകം 14:14 പറയുന്നത്. ഞാൻ അത്യുന്നതനോട് സമനാകും. അത്യുന്നതനോട് സമനായി കഴിഞ്ഞാൽ അതിന് മുകളിലോട്ട് പോകാൻ പറ്റില്ല എന്ന് അവനറിയാം. അത്രയൊക്കെ മതി. ഞാൻ ദൈവത്തോട്, സർവശക്തനായ ദൈവത്തോട് തുല്യനായിരിക്കും എന്ന് അവൻ പ്രഖ്യാപിച്ചു. അവന് വന്ന ശിക്ഷ നമുക്കറിയാമല്ലോ. സാത്താനായി തീർന്നു. അവൻ നരകത്തിൻ്റെ വലിയ നേതാവായി അവനങ്ങനെ ആളുകളെ കത്തിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ഉടമസ്ഥനായി, ഒരു പക്ഷേ ഉടമസ്ഥനെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ തന്നെയും ആ ഭാഗത്തിൻ്റെ ഒരു വലിയ നേതാവായി അവൻ തീർന്നു അല്ലെന്നല്ലാതെ അവൻ്റെ ആദപ്പനെ കാണുവാനായിട്ട് കഴിയുന്നതാണ്. അവന് അങ്ങനെ നിഗളം അങ്ങനെ മനുഷ്യരും പകർന്നു വച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ അവൻ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിലും നിഗളങ്ങൾ അവനെ വിട്ടു വച്ചിട്ടുണ്ട്. നമ്മൾ പരിശോധിക്കണം. കർത്താവേ, ഞാൻ നിഗളിക്കുന്നുണ്ടോ? നിഗളമുണ്ടെങ്കിൽ അത് എൻ്റെ വകയല്ല, സാത്താൻ്റെ വകയാണ്. അങ്ങനെ അങ്ങനെ അനുവദിക്കുന്നില്ല എന്നെനിക്കറിയാം. ഞാനത് തുടച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്നു. എന്നെ സഹായിക്കണമെന്ന് നിങ്ങൾക്ക് പറയുവാനായിട്ട് കഴിയുമ്പോൾ എനിക്ക് പറയാനായിട്ട് നിഗളം ഭയങ്കര അപകടമാണ്. നിഗളത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് നാം ദൈവത്തിൽ പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ അങ്ങനെ സാത്താനായി തീർന്ന കെരൂബാണ് ആദ്യം നിഗളിച്ചതെന്ന് കാണുവാനായിട്ട് ചെയ്യും. നിഗളം ഇങ്ങനെ മനുഷ്യരിൽ അവൻ പകർന്നു കൊടുത്തുകൊണ്ടേയിരുന്നു. അനേകർ ബൈബിൾ നിഗളിച്ചതായിട്ട് കാണാം. ഒരു ഉദാഹരണം നമ്മൾ പഴയ എടുത്ത് പറയാൻ നെബൂഖദ്നേസറാണ്. അവനിങ്ങനെ പറഞ്ഞു, ഞാൻ പ്രതാപമഹത്വത്തിനായിട്ട് ഞാൻ പണിത മഹതിയാം ബാബിലോണെന്ന് പറഞ്ഞു. എൻ്റെ പ്രതാപമഹത്വത്തിനായിട്ട് ഞാൻ പണിത മഹതിയാം ബാബിലോണെന്ന് അങ്ങനെ പറഞ്ഞ് അങ്ങനെ അഹങ്കരിച്ചിരിക്കുന്ന ഒരു സമയം നമുക്ക് അതിൻ്റെ ദാനിയേൽ പുസ്തകം 4-ാമത്തെ ചാപ്റ്റർ ഇങ്ങനെ കാണാം. ദൈവം ഇടപെട്ട് അവരെക്കുറിച്ച് അവിടെ പറയുന്നത് അനേക കാര്യങ്ങൾ അവരെക്കുറിച്ച് പറയുന്നു. 4-ാമത്തെ ചാപ്റ്റർ വായിച്ചാൽ നിങ്ങൾ കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് ദൈവം പറഞ്ഞു, നീ കാളയെപ്പോലെ പുല്ല് തിന്നും,
എന്ന് പറഞ്ഞു. അവന് 7 വർഷം ദൈവം പറഞ്ഞതുപോലെ കാളയെപ്പോലെ പുല്ല് തിന്ന് അങ്ങനെ കാട്ടിൽ മൃഗങ്ങളോടൊപ്പം ജീവിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ദൈവം അവരെ ആക്കി തീർത്തത് കാണുവാനായിട്ട് കഴിയും. ദൈവം അങ്ങനെയുള്ള ആളുകളുടെ ഭാവത്തെ മാത്രമല്ല, എല്ലാവരുടെയും നികളത്തെയും ശിക്ഷിക്കും. നമ്മുടെ നികളത്തെയും ദൈവം ശിക്ഷിക്കും. ഒരു പക്ഷേ അത് ദൈവം കണ്ടില്ല എന്ന് വയ്ക്കരുത്. നാം നിഗളികളാകരുത്. ദൈവം നികളത്തെ ശിക്ഷ നടപ്പാക്കും എന്ന് കാണുവാൻ കഴിയും. നികളത്തിനെതിരായിട്ട് അനേകം താക്കീതുകൾ ദൈവവചനത്തിൽ കാണുവാൻ കഴിയും. സദൃശവാക്യം അതിനെക്കുറിച്ച് വളരെ കാര്യങ്ങൾ പറയുന്നുണ്ട്. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മയിൽ പെടുത്താം. നികളവും ഗർവവും ഉള്ളവന് പരിഹാസി എന്നു പേർ എന്നാണ് സദൃശവാക്യം 21:24 പറയുന്നത്. നികളവും ഗർവവും ഉള്ളവന് പരിഹാസി എന്നാണ് പേര്. നിന്നെ ദേവദാസ് എന്ന് വിളിക്കില്ല, നിന്നെ പരിഹാസി എന്ന് വിളിക്കും എന്നാണ് ദൈവവചനം പറയുന്നത്. ദൈവം നമ്മളങ്ങനെ വിളിക്കാതിരിക്കട്ടെ. നികളവും ഗർവമുള്ളവരായി പരിഹാസി എന്ന് ദൈവം നാം കാണാതിരിക്കട്ടെ. പിന്നെ വേറെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അഹങ്കാരം ലജ്ജ ഉളവാക്കുന്നുവെന്നാണ്. അഹങ്കാരമുള്ളവന് ലജ്ജിതനായി തീരും. അവൻ എപ്പോഴെങ്കിലും ലജ്ജിച്ചേ പറ്റുള്ളൂ. അവൻ്റെ അഹങ്കാരം പ്രകടമാകുമ്പോൾ അവനെ ലജ്ജ ഭരിക്കും എന്ന് ദൈവം നമ്മൾ പറയുന്നുണ്ട്. അതാണ് നമ്മൾ സദൃശവാക്യം 11:2 നമ്മൾ കാണുന്നത്. 16:5 നമ്മൾ വായിക്കുന്നത്: ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്, അവന് ശിക്ഷ വരാതിരിക്കയില്ല എന്നതിനെ ഞാൻ കൈയടിക്കുന്നു എന്നാണ്. ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പാണ്. വലുതായാലും ചെറുതായാലും എല്ലാവരും യഹോവയ്ക്ക് വെറുപ്പാണ്. അവന് ശിക്ഷ വരാതിരിക്കയില്ല എന്ന് ഞാൻ കൈയടിക്കുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നിഗളം നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. നിഗളത്തിന് വിരോധമാണ് താഴ്മ ധരിക്കാൻ അനേക ഉപദേശങ്ങളുണ്ട്, അനേക കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും നമ്മൾ ആരെയാണ് കണ്ട് താഴ്മ പിടിക്കേണ്ടത്? കർത്താവിനെ കണ്ട് താഴ്മ പിടിക്കാൻ കഴിയല്ലേ? പിതാവിനോട് സമനായിരുന്നവൻ അങ്ങനെ ഇറങ്ങി വന്നിട്ട് താഴ്മ ധരിച്ച് അങ്ങനെ മനുഷ്യരെ പോലെ ആയി. പിന്നെ ലേഖനകാരൻ എഴുതി തീർക്കുന്നത് അങ്ങനെയാണല്ലോ: അവനെ ക്രൂസിലെ മരണത്തോളം എന്ന് കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ താഴ്മയെ പഠിക്കാൻ വേറെ ആരുടെ പോകണം? കർത്താവിനടുത്ത് പോയാൽ പോരെ? കർത്താവിന് താഴ്മ പിടിക്കുക. അവൻ താണ് കുരിശിന്മേൽ അവന് അനുസരണമുള്ളവനായി തീർന്ന് അങ്ങ് കിടക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. താഴ്മയുടെ ഉത്തമ മാതൃകയായിട്ട് അതിൻ്റെ ക്ലൈമാക്സായിട്ട് കർത്താവിനെ കാണാൻ കഴിയും. കർത്താവിൻ്റെ മാതൃക നമുക്ക് അങ്ങനെ പിന്തുടരാൻ ദൈവം സഹായിക്കട്ടെ. അതുകൊണ്ട് സീനാർ നിവാസികൾ നിഗളികളായിരുന്നു, ദൈവത്തെ ഒഴിവാക്കി പേരുണ്ടാക്കുവാൻ ശ്രമിച്ചു എന്നാണ്. നമുക്കൊരു പേരുണ്ടാക്കണം എന്ന രീതിയിൽ ആ ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ട് നിഗളികളായി തീർന്ന ദൈവം അവരെ ശിക്ഷിച്ചു എന്ന് കാണാൻ കഴിയും. ഇനി എനിക്ക് നമ്മുടെ വിഷയത്തിൽ ഉള്ള ബാക്കി ഭാഗം 2-3 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിഷയം ഇതാണല്ലോ: സീനാർ നിവാസികളുടെ പാപവും അതിൻ്റെ അനന്തരഫലവും എന്നാണ്. അനന്തരഫലം എന്നുള്ളത് പാപമാണ് അവരുടെ പ്രശ്നം. പാപത്തിൻ്റെ പ്രശ്നമായുള്ള അനന്തരഫലം എന്നുള്ള പാപത്തിൻ്റെ ശിക്ഷയാണ്. ദൈവം അവരെ ശിക്ഷിച്ചു എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മൾ വായിച്ച ഭാഗത്ത് തന്നെ കാണുവാനായിട്ട് കഴിയും. ദൈവം പാപത്തിൽ ഒരുപക്ഷെ നമ്മൾ പാപം ചെയ്ത് 1 പാപം ചെയ്തു, 2 പാപം ചെയ്തു, കുറച്ച് കാലം ഇങ്ങനെ സന്തോഷിക്കാനായിട്ട് ഒരുപക്ഷെ അവസരമൊക്കെ തരും. ആ ദൈവത്തിൻ്റെ കരുണയായിട്ട് മാത്രം എടുത്താൽ മതി. ദൈവം എന്നെ ശിക്ഷിച്ചില്ലോ എന്ന് പറഞ്ഞ് വീണ്ടും ചെയ്യാനായിട്ടൊന്നും തീരുമാനിക്കേണ്ട. ദൈവത്തിന് ഏത് സമയത്തും ദൈവം ഇടപെടും എന്നുള്ള കാര്യം. അതുകൊണ്ട് എനിക്ക് പാപം ചെയ്യാൻ കുറച്ച് സമയം കിട്ടി, ഇനിയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയരുത്. അങ്ങനെ ദൈവം പാപത്തെ എല്ലാ മനുഷ്യരുടെയും ദൈവം പാപത്തിൽ ഇടപെടും എന്നുള്ള കാര്യം അത് നമ്മൾ തീർച്ചയായും ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അവരുടെ അവിശ്വാസവും മത്സരവും നിഗളവും കൊണ്ട് ദൈവം അവർ പണിത ഗോപുരത്തെ അങ്ങനെ കാണാനായിട്ട് ഇറങ്ങി വന്നു എന്നാണ്. ദൈവം ഇറങ്ങി വന്നു. പാപം ചെയ്ത മനുഷ്യരെ അവരുടെ പാപത്തെ അങ്ങനെ കണ്ടതിന് ശേഷം അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന ദൈവം അങ്ങനെ ഇറങ്ങി വന്നതിന് ശേഷം അതിനുള്ള ശിക്ഷ നടപ്പാക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്: അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുകയില്ല എന്ന് പറഞ്ഞു.
അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുകയില്ല എന്ന് പറഞ്ഞു. അസാധ്യമാകുകയില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നോട്ട് ഇമ്പോസിബിൾ, അവർക്ക് ഇമ്പോസിബിളായിട്ട് ഒന്നുമില്ല, എല്ലാം സാധിക്കും എന്ന നിലയിൽ ഒരു മലയാളത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആ പ്രയോഗത്തിൻ്റെ അർത്ഥം അങ്ങനെയല്ല. നോട്ട് റെസ്ട്രെയിൻഡ് ഫ്രം ഡൂയിങ് എന്നാണ്. നോട്ട് റെസ്ട്രെയിൻഡ് ഫ്രം ഡൂയിങ് എന്ന നിലയിലാണ്. അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ചെയ്യാം. എല്ലാ കാര്യവും ഉടനെ ദൈവം ഇടപെട്ട് അങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നില്ല. ഒരുത്തനെങ്കിലും സൂര്യനെ കൈകൊണ്ട് പിടിച്ചുകൊണ്ട് വന്നു വെച്ചാൽ അവനത് ശ്രമിക്കാം. അതിലൊന്നും ഉടനെ നിയന്ത്രണമൊന്നും ദൈവം കൊണ്ട് അങ്ങനെ അവൻ്റെ കൈക്ക് ഏർപ്പെടുത്തുന്നില്ല. ഒരു പാവം ചെയ്യാൻ പോകുന്നതിൻ്റെ അങ്ങനെ കൈ അനക്കാൻ പറ്റാത്ത സ്റ്റേജിൽ ആക്കി തീർക്കുന്നില്ല. ഒരു ഇമ്പോസിബിളായിട്ടുള്ള ഒരു രീതിയിലൊരു നിയന്ത്രണം പാപം ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ മേൽ ദൈവം ഏർപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ശിക്ഷയില്ല എന്നുള്ള അർത്ഥമല്ല. ഉടൻ തന്നെ അവൻ്റെ പാപം ചെയ്യാൻ പോകുന്നതിനെ കയ്യെ പിടിച്ച് മടക്കി അവൻ്റെ കൈ തുറക്കാൻ പറ്റും ആ രീതിയിലൊന്നും ദൈവം ചെയ്യുന്നില്ല. നോട്ട് റെസ്ട്രെയിൻഡ് ഫ്രം ഡൂയിങ് എന്ന നിലയിലാണ് അതിനെ ശരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണുവാനായിട്ട് കഴിയും. അവനെല്ലാം ചെയ്യാൻ കഴിയും. അവർ ചെയ്തു തുടങ്ങിയിരിക്കുന്നു, എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് എന്നങ്ങനെ പറയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ദൈവത്തെ വെല്ലുവിളിച്ച് അവർ ചെയ്ത കോപുരവും ഒക്കെ കാണാനായിട്ട് ദൈവം ഇറങ്ങി വന്നു. ദൈവം അവരെ ശിക്ഷിച്ചു എന്ന് കാണാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ ശിക്ഷ വിചിത്രമാണെന്ന് ഇവിടെ കാണാം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ ഗൗരവമായിട്ട് ഒരു രീതിയിലാണ് ദൈവം ശിക്ഷിക്കുന്നത്. ആശ്ചര്യകരമായ രീതിയിലാണ് ദൈവം ശിക്ഷ നടപ്പാക്കിയത് എന്ന് കാണാനായിട്ട് കഴിയും. എന്താണ് ദൈവം ചെയ്തത്? അവരുടെ ഭാഷ കലക്കി കളഞ്ഞു എന്നുള്ള ഒരേ ഭാഷയാണ്. അങ്ങനെ കുശാറായിട്ട് കളിമണ്ണെടുക്കാം, കല്ലെടുക്കാം, അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അവരുടെ ഭാഷ അങ്ങ് ദൈവം കലക്കി കളഞ്ഞു എന്ന് കാണുവാനായിട്ട് കഴിയും. ഭാഷകളാക്കി ഒരുത്തൻ പറയുന്നത് മറ്റവന് തിരിയാത്ത അവസ്ഥ ഉണ്ടായി. ഒരുത്തൻ പറയുന്നത് മറ്റവന് തിരിയില്ല. പിന്നെ എന്ത് പ്രവർത്തിക്കാനാ? ഒന്നും പ്രവർത്തിക്കാത്ത അവസ്ഥയിൽ, കെട്ടിടം പണിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഭാഷ കൊണ്ട് മാത്രം വളരെ അത്ഭുതകരമായിരിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ ബുദ്ധി അങ്ങനെയാണ്. ദൈവം ആ രീതിയിലാണ് അവർ ശിക്ഷിച്ചത്. അങ്ങനെ അവരുടെ ഭാഷ കലക്കി കളഞ്ഞത് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ അവിശ്വാസത്തിൻ്റെയും വെല്ലുവിളിയുടെയും നികളത്തിൻ്റെയും ഫലമായി തുടങ്ങിയ ബാബേൽ കോപുരപ്പണി അവർ വിട്ടുകളഞ്ഞു എന്ന് കാണാനായിട്ട് കഴിയും. അങ്ങനെ അപ്പോൾ അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങിയത് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഒരുങ്ങി ഭൂമിയിൽ നിറവിൽ എന്നുള്ള ദൈവത്തെ ശിക്ഷനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവർ ഒരുമിച്ച് പാർക്കാനായിട്ട് അവർ തീരുമാനമെടുത്ത് പണിതത്. അവർക്ക് ദൈവത്തെ കൽപ്പന മാനിച്ച് അങ്ങനെ പിരിഞ്ഞു പോകാനായിട്ട് അവർക്ക് മനസ്സുണ്ടായില്ല. അതിനാൽ ദൈവം അങ്ങനെ ഈ ഭാഷ കലക്കിയതിന് ശേഷം അവർക്ക് ഒരുമിച്ച് പാർക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അവരായിത്തീരുകയും ദൈവം അവരെ ചിതറിച്ച് കളയുകയും ചെയ്തു എന്നാണ്. ഭൂമിയിൽ അന്നറിയപ്പെടുന്ന ഭൂമിയിലേക്ക് അവരെ ചിതറിച്ച് കളഞ്ഞു. സ്കാറ്റേഡ്, എവർ വേറെ നിലയിൽ. അപ്പോൾ അങ്ങനെയാണ് ദൈവം നല്ല ശിക്ഷ നടപ്പാക്കിയത്. ആദ്യതീയമായ ശിക്ഷ അതെന്ന് ഞാൻ പറയുന്നില്ല. നരകം അവർക്ക് അല്ലെങ്കിൽ നരകശിക്ഷയൊക്കെ ബാക്കി കിടപ്പുണ്ട്. ഭൂമിയിൽ അങ്ങനെ ഒരു ശിക്ഷ ദൈവം അവർക്ക് നടത്തി. അവരെ പിരിച്ചു കളഞ്ഞു. അവർ വിട്ടുവെന്ന് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് അവർ ചിതറിപ്പോയി. അങ്ങനെ അപ്പോൾ ഞാനെൻ്റെ പ്രസംഗങ്ങൾ കുടിയേറ്റ് നമ്മെ ശ്രദ്ധിക്കുന്ന ദൈവം നമ്മുടെ പാവങ്ങളെയും കാണുന്നു. നമ്മളെ ശ്രദ്ധിക്കുന്ന ദൈവം നമ്മുടെ പാവങ്ങളെയും കാണുന്നു. ദൈവത്തോട് ലഭിക്കാത്തതും കർത്താവിൻ്റെ രക്തത്താൽ വിശ്വാസികളായാലും ശരി, കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടാത്ത എല്ലാ പാവങ്ങളെയും ദൈവം ശിക്ഷിക്കും. അത് ഇവിടെ കുറച്ചൊക്കെ നിത്യത്തിലും അതിൻ്റെ ശിക്ഷ കിട്ടും. അതുകൊണ്ട് പാവത്തോട് ദൈവം പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ പ്രതികരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. വലുതും ചെറുതുമായ എല്ലാ പാവങ്ങളെയും ദൈവം ശിക്ഷിക്കും എന്നുള്ളതാണ്. പാപത്തിന് ശിക്ഷ മാത്രമല്ല, അനന്തരഫലവുമുണ്ട്. ഈ ഭൂമിയിൽ അതിന് അനന്തരഫലമുണ്ട്. അതിൻ്റെ പാപം ചെയ്തവർ ശിക്ഷ അവർക്കുണ്ട് എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ അനന്തരഫലവും അനുസരിക്കേണ്ടി വരും. അതുകൊണ്ട് നാം ദൈവസേനയിൽ അവിശ്വാസികളാകാതെ, ദൈവത്തോട് മത്സരിക്കാതെ, നിഗളിക്കാതെ, അങ്ങനെ
ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് വിശ്വാസികളായി ഇല്ലാത്തവരായി താഴ്മയുള്ളവരായി ജീവിക്കാനായിട്ട് നമുക്ക് ഇടയാകട്ടെ. അനിന്യരായി നിഷ്കളങ്കരായി ദൈവസന്നിധിയിൽ നിൽക്കത്തക്കവണ്ണം അനിന്യരായി നിഷ്കളങ്കരായി ദൈവസന്നിധിയിൽ നിൽക്കത്തക്കവണ്ണം ജീവിക്കാം. നാം കേട്ട ഈ ദൈവവചന ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.